ഒരു ഷോക്കിംഗ് നമ്പർ പറയാം. 10 സ്റ്റാർട്ടപ്പിൽ 9 സ്റ്റാർട്ടപ്പും ഫെയിൽ ആവുന്നുണ്ട്. കാരണം ഫണ്ടിങ് അല്ല, ടാലൻസിനെ കിട്ടാത്തതല്ല. റീസൺ ഫൗണ്ടേഴ്സ് മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നതാണ്. മാർക്കറ്റ് ഒരിക്കലും ഫിനിഷ് ആകുന്നില്ല. പല ഫൗണ്ടേഴ്സും പറയുന്ന ഒരു കാരണമുണ്ട്, ഈ പ്രൊഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, സോ ഇതിലിനി സ്കോപ്പില്ല, ടു മച്ച് കോമ്പറ്റീഷൻ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയാറുണ്ടോ? ട്രൂത്ത് എന്താൽ ഐഡിയ ഒരിക്കലും കില്ലാവുന്നത് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടല്ല, ഐഡിയ ബിൽഡ് ചെയ്യുന്ന ആംഗിൾ റോങ് ആയതുകൊണ്ടാണ്. ഡാറ്റ പ്രകാരം 42% ഓഫ് സ്റ്റാർട്ടപ്പ് ഫെയിൽ ആകുന്നത് നോ മാർക്കറ്റ് നീഡ് ഇല്ലാത്തതുകൊണ്ടാണ്, കോമ്പറ്റീഷൻ ആയതുകൊണ്ടല്ല. നോട്ട് ബിക്കോസ് പ്രൊഡക്റ്റ് ബാഡ്, ബിക്കോസ് പീപ്പിൾ ഡോണ്ട് കെയർ. സോ ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 3 കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടിയിരിക്കും. നമ്പർ 1, മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കാം. നമ്പർ 2, ആളുകൾ പറയുന്നത് വിശ്വസിക്കണോ അല്ലെങ്കിൽ ആളുകളുടെ ബിഹേവിയർ വിശ്വസിക്കണോ. നമ്പർ 3, ഐഡിയ വാലിഡേറ്റ് ചെയ്യാൻ ഒരു ബ്രൂട്ടൽ ക്വസ്റ്റ്യൻ. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്, യുവർ നെക്സ്റ്റ് ഐഡിയ വോണ്ട് ഡൈ സൈലന്റ്ലി. സോ ഈ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ടപ്പ് ഞാൻ ബിൽഡ് ചെയ്യുന്നത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതും ഇനി എങ്ങനെ എൻ്റെ ലേണിങ്സ് നിന്ന് അല്ലെങ്കിൽ എൻ്റെ നോളജ് നിന്ന് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഫ്രം ദ സ്ക്രാച്ച് ബിൽഡ് ചെയ്യാം, ആ ജേർണി ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളായിരിക്കും. സോ ഇതൊരു സീരീസ് ആയിട്ട് ഇറങ്ങുന്നുണ്ടാവും. സ്റ്റേ ട്യൂൺ ഫോർ ദിസ്. ഫൗണ്ടേഴ്സ് ആയിട്ടില്ല അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ദേ ട്രസ്റ്റ് വാട്ട് പീപ്പിൾ സേ. ആളുകൾ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി കസ്റ്റമേഴ്സ് പറയുന്നത് വിശ്വസിക്കുന്നതാണ്. ആളുകൾ പറയും ഐ വാണ്ട് എ ഹെൽത്തി ലൈഫ്, ഐ വാണ്ട് എ ഫിറ്റ്നസ്, ഐ വാണ്ട് എ പ്രീമിയം എക്സ്പീരിയൻസ്. ബട്ട് ദ സെയിം പേഴ്സൺ അന്ന് രാത്രിയിൽ ഓർഡർ ചെയ്യുന്നുണ്ടാവുക പിസ്സ ആയിരിക്കും, അല്ലെങ്കിൽ ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഫുഡായിരിക്കും, ഡ്രിങ്ക്സ് ആയിരിക്കും. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേർഡ്സ് ആർ ചീപ്പർ, വാളറ്റ് ആർ എക്സ്പെൻസീവ്. ആളുകൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന ഒന്നും ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ആളുകൾ പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി പറ്റൂല. ഇതിൽ അമേരിക്കയിലെ ഒരു സ്പിരിറ്റ് എയർലൈൻ്റെ കേസ് സ്റ്റഡി നോക്കാം. അവരുടെ ഗൂഗിൾ റിവ്യൂ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡെറിബിളാണ്, ഗൂഗിൾ റിവ്യൂ ഭയങ്കര ബാഡാണ്. പക്ഷേ അവരാണ് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറവ് ലോസ് വഹിക്കുന്ന എയർ കമ്പനി. അവർ പ്രോഫിറ്റ് ആവാനുള്ള അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ലോസ് വഹിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ പേ ചെയ്യാൻ നോക്കുന്ന സമയത്ത് കംഫർട്ടിനേക്കാളും നമ്മളെ കയ്യിൽ പൈസയാണ് നോക്കുന്നുണ്ടാവുക. ഇഫ് ഇറ്റ്സ് ചീപ്പ്, ആളുകൾ അതിലേക്ക് പോകും. സോ ഇതിൽ നിന്നുള്ള ലേണിങ്സ്, കസ്റ്റമേഴ്സ് വോട്ട് ഫോർ ദ വാളറ്റ്, നോട്ട് ഫോർ ദ വേർഡ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ, വാട്ട് നെവർ ചേഞ്ചസ്. ഫൗണ്ടേഴ്സ് കോമൺ ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അടുത്ത 10 വർഷത്തിൽ എന്ത് ചേഞ്ച് ആവും എന്നുള്ളത്. ബട്ട് ജെഫ് ബോസസ് പറഞ്ഞത് ദ മോസ്റ്റ് പവർഫുൾ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വിൽ നോട്ട് ചേഞ്ച്. ഇതിൽ ആമസോൺ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ആളുകൾക്ക് 10 അല്ല 15 വർഷം കഴിഞ്ഞാലും സാധനങ്ങൾ പെട്ടെന്ന് കിട്ടണം, ഫാസ്റ്ററായിട്ട് കിട്ടണം, ചീപ്പറായിട്ട് കിട്ടണം. സോ ദ തിങ് ഈസ്, ടെക്നോളജി വരും, ചേഞ്ച് ആകും, പക്ഷേ ഹ്യൂമൻ ഡിസയർ ഒരിക്കലും മാറില്ല. ക്യാപിറ്റലിസം ഒരിക്കലും വിന്നാവുന്നത് ഷൈനി ന്യൂ തിങ്സ് കൊണ്ടല്ല. ഇറ്റ് ഈസ് ഓൾവേസ് നമ്മൾ ഓൾഡ് ഡിസയറിനെ ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ്. ഇതിൽ നമുക്ക് ഒറാൽ ഹൈജീൻ എക്സാമ്പിൾ എടുക്കാം. ഒറാൽ ഹൈജീൻ എക്സാമ്പിൾ നോക്കൂ. എല്ലാവർക്കും പല്ല് വൃത്തിയാവണം അല്ലെങ്കിൽ വായ ക്ലീൻ ആവണം. ഡിസയർ സെയിം തന്നെയാണ്, പക്ഷേ അതിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ട്. ടൂത്ത് ബ്രഷ് ഉണ്ട്, മൗത്ത് വാഷ് ഉണ്ട്, ചൂയിങ് ഗംസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്. ഇതിൽ മ്യൂസിക്കിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, പണ്ട് കാലങ്ങളിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് സ്റ്റേജുകളിൽ പരിപാടികളിൽ പോയിട്ടേനും, പിന്നെ അത് വിനയിലേക്ക് വന്ന്, കാസറ്റിലേക്ക് വന്ന്, CD-യിലേക്ക് വന്ന്, MP3 ആയി, ഇന്നത് സ്പോട്ടിഫൈയിലേക്ക് എത്തി. സോ പാട്ട് കേൾക്കുക എന്നുള്ള ഒരാളുടെ ഡിസയർ സെയിം തന്നെയാണ്, പക്ഷേ അവിടെ മാറുന്നത് സൊല്യൂഷൻസ് ആണ്. സെയിം വേ നമ്മളൊരു സാധനം പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പണ്ട് ലൈബ്രറിയിൽ പോയിട്ടുണ്ടേനും, പിന്നെ അത് യെല്ലോ ബുക്സിലേക്ക് വന്ന്, പിന്നെ ഗൂഗിളിലേക്ക് വന്ന്, ഇന്നിപ്പോൾ അത് AI-യിലേക്ക് എത്തി. സോ ഐ ഹാവ് നോ കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ളത് മിത്താണ്. CRM സോഫ്റ്റ്വെയർസിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് മറ്റൊരു CRM ടൂളല്ല, എക്സൽ ഷീറ്റാണ്. പീപ്പിൾ ഓൾവേസ് യൂസ് സംതിങ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റാർട്ടപ്പ് വിൻ ചെയ്യുന്നത് പാഷൻ കൊണ്ടോ ഫണ്ടിങ് കൊണ്ടോ ഐഡിയ കൊണ്ടോ അല്ല. ഇറ്റ് വിൻസ് അറ്റ് വൺ ഇൻ്റർസെക്ഷൻ. 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, പീപ്പിൾ റിയലി വാണ്ട് ഇറ്റ്, വാല്യൂ. ഓതേഴ്സ് നോട്ട് ഡൂയിങ് ഇറ്റ് വെൽ, റയറിറ്റി, റയർ, ആൻഡ് യു ക്യാൻ ഡൂ ഇറ്റ് ബെറ്റർ. ഇവിടെയാണ് ഞാനടക്കമുള്ള മോസ്റ്റ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സിന്റെ ട്രാപ്പ് വരുന്നത്. എനിക്ക് വാല്യൂ ആയി തോന്നുന്നത് അത് തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ ഞാനൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു കാർ കെയർ കിറ്റ്, DIY പ്രോഡക്റ്റ് ആണ്.
ആ സമയത്ത് എൻ്റെ മൈൻഡിലുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കസ്റ്റമേഴ്സ് എന്നെ പോലെയല്ല, ഞാനും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനും അവരും ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനൊരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആണ്. എൻ്റെ കസ്റ്റമേഴ്സ് ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കില്ല. അല്ലെങ്കിൽ അവർ കാറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബൈക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. ഒരിക്കലും എനിക്ക് വാല്യൂ തോന്നുന്നത് ചിലപ്പോൾ കസ്റ്റമേഴ്സിന് വാല്യൂ ആവണമെന്നില്ല. സോ ഇഫ് യു ആർ ബിൽഡിങ് സംതിങ്, ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആക്ഷൻ സ്റ്റെപ്പ് പറഞ്ഞു തരാം. ഞാൻ ചെയ്തിട്ടുള്ള ഒരു സാധനം, ആസ്ക് യുവർ സെൽഫ്. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളെ സെൽഫിനോട് ചോദിക്കുക. ആളുകൾ ഡെയിലി പേ ചെയ്യുന്ന ഒരു പെയിൻ എന്താണ്? ദേ കംപ്ലൈൻ അബൌട്ട് ഇറ്റ് ബട്ട് ദേ സ്റ്റിൽ പേ. തേർഡ് വൺ, can I make it faster, cheaper, easier? If the answer is clear, മാർക്കറ്റ് അലൈവ് ആണ്. സ്റ്റാർട്ടപ്പിൽ ഐഡിയാസ് ഡേ ആവുന്നത് ഒരിക്കലും ഐഡിയ മോശമായതുകൊണ്ടല്ല. ഫൗണ്ടേഴ്സ് സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ദ ഡിസയർ, വാട്ട് ഡിസയർ യു ആർ ഗോയിങ് ടു ഫുൾഫിൽ എന്നുള്ള സാധനം നോക്കാത്തതുകൊണ്ടാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.